2 വർഷമായിട്ടുള്ള നമ്മുടെ പ്രളയത്തിന് ശേഷമാണ് നമ്മുടെ ആറ്റുവഞ്ചി ഇതുവരെ നമുക്ക് ആറ്റുതീരത്ത് കാണാനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആറ്റുവഞ്ചി ഇനിയും വരാനും അതുപോലെ തന്നെ അതിന്റെ വീണ്ടും വെച്ചുപിടിപ്പിക്കാനും നമുക്ക് പ്രളയത്തിനൊക്കെ എന്നാ പറയുന്നത് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് 6 ഒക്കെ തീരങ്ങളിൽ വൃക്ഷങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്ന സൈഡൊക്കെ കെട്ടിക്കയറുവാണ്. അപ്പോൾ അത് നദിയുടെ സുസ്ഥിരതയെ തന്നെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിലൂടെ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സാറ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈയുടെ പ്രാധാന്യത്തെപ്പറ്റിയും നദീ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും പല വെറൈറ്റീസിലുള്ള വൃക്ഷങ്ങളെ പറ്റി പിള്ളേർക്ക് അറിയുവാനൊക്കെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. വനം എന്നൊരു ലക്ഷ്യം കണ്ടതാണല്ലോ നമ്മളിത് നടത്തിയത്. അപ്പം അത് സംരക്ഷിക്കാൻ വേണ്ടി ബാരിയേഴ്സ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നന്നായിട്ട് വളർന്ന് നല്ലൊരു മരമായിട്ട് നല്ല ഒരു ഇതാകുമെന്ന്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇപ്പോൾ സർവേക്ക് പോകുന്നതാണെങ്കിലും ഇവിടെ ഇപ്പോൾ വന്ന് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളുടെ സ്കൂളിനെ സെലക്ട് ചെയ്തതിന് ഒരു താങ്ക്സ് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ എല്ലാ സ്കൂളിലും ഇതേപോലെ പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മറ്റുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഇത് നല്ലൊരു പ്രചോദനമാക്കിയെന്ന് ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് പ്രകൃതിയുമായിട്ടൊന്ന് അടുത്ത് ഇടപഴകാനും പ്രകൃതി എന്താണെന്ന് മരങ്ങൾ എങ്ങനെയാണ് നടേണ്ടതെന്ന് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർക്കത് ചെയ്തതുകൊണ്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും. മനസ്സിലായി. നെറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. സംരക്ഷിക്കാൻ ഞങ്ങളെ സാധിക്കും. അതിന് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കുക. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയത്. എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കുറച്ചൊക്കെ അറിയാൻ പറ്റി, എല്ലാവരെ കുറിച്ചും അറിയാൻ പറ്റി. ഇപ്പോൾ ഇനി ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യത്തെ സന്തോഷം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 മരം ഞാൻ നട്ടതാണ് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അത് അവിടെ തള്ളു വരുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്തുള്ള സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ഭാവിയിൽ ഇപ്പം ഞാൻ നേരത്തെ ഇന്നലെ ക്ലാസ്സിലിരുന്ന് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളിതൊന്നും ഓർക്കില്ല. കുറേ വലുതായി ഞങ്ങളുടെയൊക്കെ പ്രായത്തിലെത്തി, അതിൽ കുറച്ചുകൂടെ പ്രായത്തിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. ഇത് ഓർഗനൈസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇതേപോലെ കൃത്യമായിട്ട് സുന്ദരമായിട്ട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ വളരെ നന്നായി തന്നെ കുട്ടികൾ നിങ്ങളുടെ ഗൈഡൻസ് കൊണ്ടാണ് നല്ല പോലെ ഈ സൈഡിൽ കൂടെ അങ്ങേയറ്റം വരെ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കാണണം. ഞങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ, ഞങ്ങളെ നോക്കുന്നുണ്ടാവും. ഞങ്ങൾ മനസ്സിലൊരു സ്വപ്നം കണ്ട പരിപാടി ഇതാണിത്, ഈ പ്രോഗ്രാം. ഞങ്ങൾ ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത് ഈ വഞ്ചിയുടെ ഈ തൈകൾ വെക്കണം. ഇതിനുള്ള ഇപ്പോഴാണ് തേടി വള്ളി കാലം ചുറ്റിയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വന്ന് ഇന്നലെ മാഡം നമ്മളോട് ബന്ധപ്പെടുന്നു. അത് വളരെ ഗ്രേറ്റ് പരിപാടിയായിരുന്നു. സൂപ്പർ.